നമസ്കാരം. ധൂർത്തും അഴിമതിയും മോശം ധനകാര്യ മാനേജ്മെന്റും കൂടി ഒന്നാം നമ്പർ കേരളത്തെ 18-ൽ 15-ാം സ്ഥാനത്ത് എത്തിച്ച ഇടതിന്റെ തുടർഭരണം എന്ന മാരണം. കേരളത്തെ ബംഗാളാക്കി മാറ്റുമെന്ന പഴയ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഭരണമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിന് തൊട്ട് താഴെയാകട്ടെ ബംഗാൾ, ഗുജറാത്തും മഹാരാഷ്ട്രയും കർണാടകയും ഒക്കെ നമുക്ക് ബഹുദൂരം മുന്നിൽ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായ അവസ്ഥയിലെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കടമെടുത്ത് മുന്നോട്ട് പോകുന്ന ധനസ്ഥിതിയാണ് കേരളമുള്ളത്. നമ്പർ 1 കേരളം എന്ന് പറയുമ്പോഴും നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളം ഏറെ പിന്നിലാണ്. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്കിങ്ങിൽ കേരളം വളരെ പിന്നിലായിരിക്കുകയാണ്. 18 പ്രമുഖ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 15-ാമതാണ്. വരുമാനം മെച്ചപ്പെടുത്താനായെങ്കിലും ചെലവുകൾ ഗുണപരമല്ലെന്നും ബാധ്യതകൾ കൂടുതലാണ് എന്നുമാണ് നീതി ആയോഗിന്റെ വിലയിരുത്തൽ. കടമെടുത്തുള്ള മുന്നോട്ട് പോക്കും പലിശ ഇനത്തിൽ തന്നെ വലിയ പണം ചെലവാക്കേണ്ടി വരുന്നതും ഒക്കെ തന്നെയാണ് കേരളത്തിന് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. നീതി ആയോഗിന്റെ 2025-ലെ ധനകാര്യ സൂചിക റിപ്പോർട്ടിലാണ് 2022-23-ലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തിയത്. 14-15 മുതൽ 16-ാം റാങ്കിലായിരുന്നു കേരളം. ഒരു സ്ഥാനം മുന്നിലായെങ്കിലും സംസ്ഥാനങ്ങളെ 4 വിഭാഗങ്ങളായി വേർതിരിക്കുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിരേഷണൽ വിഭാഗത്തിലാണ് കേരളം ഉള്ളത്. സ്ഥിതി മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്ന സംസ്ഥാനങ്ങളായ ഹരിയാന, കേരളം, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നിവയാണതിൽ. ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് ഏറ്റവും മുന്നിലുള്ളത്. ഒഡീഷയുടെ സ്കോർ 67.8, കേരളത്തിൻ്റെതാകട്ടെ 25.4 എന്ന നിലയിലുമാണ്. കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നു എന്നത് തന്നെയാണ് പലപ്പോഴും റാങ്കിങ്ങിൽ പിന്നോട്ട് പോകാനായിട്ട് കാരണമായി മാറുന്നത്. സാമൂഹ്യ ക്ഷേമ പരിപാടികൾക്ക് ഗണ്യമായി ചെലവഴിക്കേണ്ടി വരുന്ന സമ്മർദ്ദം ഒരു വശത്ത്, മറുവശത്ത് വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനാവാത്ത സ്ഥിതി എല്ലാം തന്നെ കേരളത്തിന് വലിയ തിരിച്ചടി തന്നെയാണ്. ചെലവിന്റെ ഗുണനിലവാരം, വരുമാന സമാഹരണം, ചെലവ് നിയന്ത്രണം, കടത്തിന്റെ സൂചിക, കടത്തിന്റെ സുസ്ഥിരത എന്നിങ്ങനെ 5 ഘടകങ്ങളാണ് വിലയിരുത്തുന്നത്. ഇതിൽ ചെലവിന്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിന് ഏറ്റവും കുറഞ്ഞ സ്കോർ ഉള്ളത്. ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ ഒഴിവാക്കാൻ കഴിയാത്ത ചെലവുകൾ മൊത്തം ചെലവിന്റെ 63.9%. വികസന ചെലവ് 8.8%. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി വികസന ചെലവ് തന്നെ 15.2%. കേരളത്തിന്റെ ആരോഗ്യ കുടുംബക്ഷേമ ചെലവ് 6.4%. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി 5.6%. വിദ്യാഭ്യാസ ചെലവ് കേരളത്തിൽ 14%, മറ്റ് സംസ്ഥാനങ്ങളിൽ 14.9%. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറി കേരളത്തെ ഭരിച്ചു മുടിച്ചു എന്ന തന്നെയാണ് അർത്ഥം. ഇനിയൊരു പിണറായി കാലം വേണ്ടേ വേണ്ട എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.